ദിനംപ്രതി നിരവധി റോഡപകടങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 ജൂണിനും 2024 മെയ് മാസത്തിനുമിടയിൽ റോഡപകടങ്ങളുടെ എണ്ണത്തിൽ 6.5% വർധനവുണ്ടായെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായി കോടികൾ മുടക്കി AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടും അപകടങ്ങൾക്ക് കുറവൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവനാണ് റോഡിൽ പൊലിഞ്ഞത്. ഈ അപകടമുണ്ടായ ആലപ്പുഴ കളർക്കോട് തോട്ടപ്പള്ളി പാതയിൽ 15 കിലോമീറ്ററിനുള്ളിൽ ഒരു വർഷത്തിനിടെ 40 അപകടങ്ങൾ ഉണ്ടായത്. ജീവൻ നഷ്ടപ്പെട്ടതാകട്ടെ 14 പേർക്കും. അടുത്തിടെയാണ് തൃശൂർ നാട്ടികയിൽ വഴിയരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി സംഘത്തിലേക്ക് പുലർച്ചെ ലോറി പാഞ്ഞുകയറി 2 കുട്ടികളടക്കം 5 പേർ ചതഞ്ഞരഞ്ഞത്. അപകടത്തിൽ പരിക്കേറ്റവരെ അന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിൽ മാരകമായി പരിക്കേറ്റവർ മരണത്തോട് മല്ലിടുകയാണ്. ഇവർക്ക് വേണ്ട സഹായങ്ങൾ വേണ്ടപ്പെട്ട അധികാരികൾ ചെയ്തു കൊടുത്തു. വേണ്ട ചികിത്സ ഇവർക്ക് ലഭ്യമായോ? എല്ലാം ചോദ്യങ്ങളായി മാത്രം അവസാനിക്കുന്നു. റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾക്കും കുറവൊന്നുമില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു സുൽത്താൻ ബത്തേരി മുത്തച്ഛനൊപ്പം റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന 3 വയസ്സുകാരൻ ബൈക്കിടിച്ച് മരിച്ചത്. അശ്രദ്ധമായ വാഹനമോടിക്കൽ അമിത വേഗത നഷ്ടപ്പെടുത്തിയത് ഒട്ടനവധി ജീവനുകളാണ്. റോഡിന്റെ നിർമ്മാണ രീതിയിലുള്ള പ്രശ്നങ്ങളും അപകടങ്ങളുണ്ടാക്കുന്നത് സ്ഥിരമാണ്. വെള്ളിയാഴ്ചയായിരുന്നു തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സുകൾക്കിടയിൽപ്പെട്ട് ബാങ്ക് ജീവനക്കാരന് ജീവൻ നഷ്ടമായത്. അപകടത്തിൽപ്പെട്ട കൊല്ലം വെൺപാലക്കര സ്വദേശിയായ ഉല്ലാസ് കേരള ബാങ്ക് വിജാസ് ഭവൻ ശാഖയിലെ സീനിയർ മാനേജറാണ്. സിഗ്നൽ നോക്കാതെയുള്ള ബസ്സുകളുടെ ഓട്ടവും അശ്രദ്ധയുമാണ് മരണത്തിനിടയാക്കിയത്. സിഗ്നൽ മാറിയ ഉടൻ KSRTC ബസ്സും കുറുകെ നിന്ന സ്വകാര്യ ബസ്സും ഒരുമിച്ച് മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണമായത്. വാഹന പെരുപ്പത്തിനനുസരിച്ചുള്ള മതിയായ റോഡ് സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ പ്രസിദ്ധമായ സ്ഥലമാണ് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് പരിസരം. മക്കളുടെയോ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ യാത്ര കിഴക്കേക്കോട്ട വഴിയാണെന്നറിഞ്ഞാൽ വീട്ടുകാർ ഭയത്താൽ ഞെട്ടിവിറയ്ക്കും. അത്രയ്ക്ക് ഭീകരമാണ് ഈ KSRTC ബസ് സ്റ്റാൻഡ്. ഏത് സമയത്തും ആനവണ്ടിയുടെ ചക്രം മരണദൂതനായി കടന്നുവരാം. ബസ് കാത്തുനിന്ന എത്രയോ പാവങ്ങളെ പരലോകത്തെത്തിച്ച പാരമ്പര്യം ഈ KSRTC സ്റ്റാൻഡിനുണ്ട്. അപകട മരണങ്ങളുടെ എണ്ണമെടുത്താൽ ഞെട്ടും. ചുരുക്കത്തിൽ പരലോകത്തേക്കുള്ള ബസ് സ്റ്റാൻഡാണ് കിഴക്കേക്കോട്ട. വേണ്ടപ്പെട്ട അധികൃതരോ ബന്ധപ്പെട്ട മന്ത്രിമാരോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്നപ്പോഴും പരിഹാരങ്ങളോ വേണ്ട നടപടികളോ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നും അപകടങ്ങൾ തുടർക്കഥയായിരുന്നു. നിലവിൽ മന്ത്രി ഗണേഷ് കുമാറിനെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.